പ്രിയപ്പെട്ടവരെ, കുറച്ചായി വീഡിയോ ആയിട്ടൊക്കെ വരാത്തത് ഏകദേശം ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒന്നുമില്ല, എൻ്റെ മോന് വീണ് അവൻ്റെ ഒരു തോളലിൻ്റെ പൊട്ടലൊക്കെ ആയി. അപ്പോൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റൽ പോക്കും വരത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റ് ഷെഡ്യൂളൊക്കെ ആയി. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്ന് ഫ്രീ ആയത്. വെള്ളിയാഴ്ച ഒന്ന് ഫ്രീ ആയപ്പോൾ സുഹൃത്തുക്കളൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല പെരുമഴയത്ത് അകലാപ്പുഴ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഏതായാലും അകലാപ്പുഴ എത്തിയപ്പോൾ അവിടെ നിൽക്കാനിരിക്കാനും പറ്റാത്ത മഴ. അപ്പോൾ ഒരാഗ്രഹം നല്ല എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ള. അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ ഇച്ചാൻ്റെ കടയിൽ, കാസർഗോഡ് ഇച്ചാൻ്റെ കട, ഞങ്ങളൊരു ഫേവററ്റ് ഡെസ്റ്റിനേഷനാണ് ഇച്ചാൻ്റെ കട. അപ്പോൾ ഇച്ചാൻ്റെ കട എന്ന് പറഞ്ഞാൽ അട്ടക്കുണ്ടിലെ മട്ടൺ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ആ കട അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അട്ടക്കുണ്ട് പാലത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ ഈ കട ഉള്ളത് വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ അടുത്താണ്, അട്ടക്കുണ്ട്. അവിടെ കയറിയപ്പോൾ നല്ല കടികളൊക്കെ ഉണ്ട്. സാധാരണ കടികൾ കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ കേസരിയും കട്ട്ലറ്റും അതുപോലെ തന്നെ വടാപ്പാവും ഗോളി ബജ്ജെല്ലാം കഴിച്ചു. അപ്പോൾ അവിടെ പാർസൽ കൊടുക്കുന്നു, ആൾക്കാരൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും അഫ്ഗാനി കീമയും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും, പിന്നെ ഇവരൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഈ കടലക്കറി അഥവാ ചെന്നൈ ഫ്രൈ എന്ന് പറയും. നല്ല ടേസ്റ്റ് സാധനം കേട്ടോ. ഇവിടുത്തെ ഏറ്റവും നല്ല ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് പരിപ്പ് കറിയും അതുപോലെ തന്നെ ഈ ഒരു ചെന്നൈ ഫ്രൈയാണ്. അതൊന്നും പറയാനില്ല, കൊടുക്കുന്ന കാശിന് പെട്ടക്കണ മൂല്യമുള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഈ മട്ടൺ സൂപ്പാണ്. നല്ല പെരുവരുത്ത മഴയത്ത് ചൂടുള്ള ആവി വറക്കുന്ന മട്ടൺ സൂപ്പ് കുടിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ. 50 രൂപയല്ല കേട്ടോ. അപ്പം ഞങ്ങളെന്തായാലും ഞങ്ങൾക്കുള്ള മട്ടൺ സൂപ്പ് ഇങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മട്ടൺ സൂപ്പിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സൂപ്പ് വരുന്ന തിളക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ ഓരോ കടിയും ചായയൊക്കെ പാസ്സാക്കുന്നുണ്ട്. അപ്പോൾ മട്ടൺ സൂപ്പ് ഞങ്ങൾക്കുള്ളതൊക്കെ 3 ആളാണ്. ഞാൻ പിന്നെ മട്ടൺ സൂപ്പ് കഴിക്കില്ല എന്ന് വെച്ചാൽ, കുടിക്കുന്നില്ല വിചാരിച്ചാൽ. കാരണം ഒന്നാമത്തത് ചെറിയ ടെൻഷനും കാര്യങ്ങളും അവൻ്റെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ, പിന്നെ ഫ്രണ്ട്സുകളെ കൂടെ ഒന്ന് കമ്പനി അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓരൊക്കെ മട്ടൺ സൂപ്പിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ വന്നിട്ട് ഇതുപോലെ തന്നെ പള്ളിക്കറി, ഈ പള്ളിക്കറി അവർ വന്ന് ആളുകൾ പിന്നെ വീട്ടിലേക്കെല്ലാം വാങ്ങിക്കൊണ്ട് പോവുക. അത് തൂക്കത്തിനാണ്, കിലോ 600 റുപ്യ കേട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ പള്ളിക്കറി ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്നാൽ കഴിക്കും. എനിക്ക് ഇവിടുത്തെ അഫ്ഗാനി കീമിനേക്കാൾ ഇഷ്ടം എടുത്ത പള്ളിക്കറിയാണ്. പള്ളിക്കറി ഇങ്ങനെ നോക്കി വെക്കുമ്പോൾ അപ്പുറത്ത് പൊറാട്ട നീട്ടിയും വലിച്ചൊക്കെ അടിക്കുന്നത്, ഒന്നും പറയാനില്ല. എന്തോ പൊറാട്ടനോട് ദേഷ്യമുള്ളതിന് കേട്ടോ മുമ്പ് പൊറാട്ടനെ അടിച്ച് പരത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായാലും നൂൽ പൊറോട്ട ഒരു നൂൽ പൊറോട്ട എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞ ആയിക്കോട്ടെ, നല്ല നൂരിൻ്റെ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ മൊരിൻ്റെ ഒരു നൂൽ പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് മൂപ്പര് അതിൻ്റെ പരിപാടിയിൽ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ള എനിക്ക് വേണം. അപ്പോൾ ഇതാ എൻ്റെ പൊറോട്ട എത്തിയിട്ടുണ്ട്, നൂൽ പൊറോട്ട. എന്താ അല്ലേ, നല്ല മുരിഞ്ഞ നൂൽ പൊറോട്ട, നല്ല പാൽ ചായയും കൂടിയും കൂട്ടി അടിക്കുക. പക്ഷേ ഞാൻ പാൽ ചായ അല്ല, ഞാൻ കുറച്ച് നമ്മളെ മട്ടൺ സൂപ്പിലിട്ടൊന്ന് അടിച്ചു നോക്കി. പിന്നെ ആ പള്ളിക്കറി, ഒരു 100 രൂപയുടെ ഒരു പോർഷൻ പള്ളിക്കറി വാങ്ങി. ആ പള്ളിക്കറിയിൽ നമ്മൾ ഒരു ഒറ്റ പൊറോട്ടയിൽ അവസാനിപ്പിക്കാൻ വിചാരിച്ച, പക്ഷേ പൊറാട്ടയുടെ പോരാട്ടം അങ്ങ് തുടർന്നു. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് മട്ടൺ സൂപ്പിനാട്ടോ. അപ്പോൾ അവരൊക്കെ മട്ടൺ സൂപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊറാട്ടയും കുറച്ച് ചെറിയ കടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂട് കാലത്തൊക്കെ വരാമെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് അധികവും കഴിക്കാൻ ഇവിടുത്തെ മൊഹബത്ത് കാ സർബത്തും അതുപോലെ തന്നെ കുടംകലിക്ക്, അങ്ങനെ കുറേ ജ്യൂസ് ഐറ്റംസും സർബത്ത് കണ്ണൂർ കോക്ടെയിലൊക്കെ ഉണ്ട്, അതാണ് കഴിക്കാറ്. ഇപ്പം നല്ല പെരുമഴയാണ്. നല്ല പെരുമഴയത്ത് വന്നിട്ട് മട്ടൺ സൂപ്പും ചൂടുള്ള ബീഫ് പള്ളിക്കറി നെയ്ച്ചോറും അഫ്ഗാനി കീമയൊക്കെ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഹരം തന്നെയാണത്. അപ്പോൾ നമ്മളിങ്ങനെ രാത്രി പിന്നെ ഒന്ന് ഇറങ്ങിയതാണ്, മഴയൊക്കെ ഒന്ന് ആസ്വദിക്കുക. അവരൊക്കെ പുറത്തുള്ള ആളുകളാണ്, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മഴയൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ അകലാപ്പുഴ വന്ന് അങ്ങനെ അവിടെ നിന്ന് നേരെ തിക്കോടി ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ ഇവിടെ കയറി. ഇത് വരുന്നത് പയ്യോളി മേപ്പയ്യൂർ റോട്ടിൽ, അവിടെ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ അടുത്താണ്, അട്ടക്കുണ്ട് കടവ് പാലത്തിൻ്റെ അടുത്ത് ആ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഭക്ഷണമൊക്കെ റാത്തായിട്ട് കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ, എല്ലാവരുടെ വയറും മനസ്സും നിറഞ്ഞു. ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്.